ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്റ്റാൻലി ജോസഫ് ഹോട്ടൽ റൂമിലെത്തി കുറച്ചു നേരം ആലോചിച്ചതിനു ശേഷം ബാലചന്ദ്രനെ വിളിച്ച് ഒരിക്കൽ കൂടി എനിക്ക് അലീനയെ കാണണം, കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കണം, പക്ഷേ എൻ്റെ മകളാണ് അലീന എന്ന് പറയാറായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിന് ബാലചന്ദ്രൻ പറയുന്നത്, ഇനി എന്തായാലും വീട്ടിൽ വെച്ച് വേണ്ട, ഞാൻ അവളെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ കൊണ്ടുവരാം, അവിടെ വെച്ച് എന്താന്ന് വെച്ചാൽ ആയിക്കോളൂ, പക്ഷേ അലീനയ്ക്ക് യാതൊരു സംശയവും തോന്നരുത് എന്ന്. ഇവിടെ വീട്ടിലാണെങ്കിൽ ബബിത അലീനയോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് അലീന ചേച്ചിയെ വിഷമിപ്പിച്ചിട്ടുണ്ട്, എല്ലാത്തിനും എനിക്ക് മാപ്പ് തരണം എന്ന് പറയുമ്പോൾ അലീന പറയുന്നത്, നീ എന്നോട് ഒരുപാട് മോശമായി പെരുമാറിയിട്ടുണ്ട്, അപ്പോഴൊക്കെ എനിക്ക് വിഷമം തോന്നിയിട്ടുമുണ്ട്. അതിനുശേഷം നീ എന്നെ ഒരുപാട് സ്നേഹിച്ചു, ഇവിടെയുള്ളവർക്ക് ഓരോ കാരണമുണ്ട് എന്നെ സ്നേഹിക്കാൻ, പക്ഷെ നീ ഒരു കാരണവുമില്ലാതെയാണ് എന്നെ സ്നേഹിച്ചത്, അതുകൊണ്ട് നിന്നോട് ഒരു ദേഷ്യവുമില്ല മോളെ എനിക്ക് എന്ന് പറഞ്ഞ് ബബിതയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അലീന. പിന്നീട് ബാലചന്ദ്രൻ സ്റ്റാൻലി പറഞ്ഞതനുസരിച്ച് അലീനയെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ കൊണ്ടുവരുന്നുണ്ട്. അലീന അവിടെയുള്ള അന്തേവാസികൾക്ക് ഡ്രസ്സൊക്കെ നോക്കി തിരഞ്ഞെടുക്കുമ്പോൾ സ്റ്റാൻലി ദൂരെ മറഞ്ഞു നിന്ന് അലീനയെ കൺകുളിർക്കെ കാണുന്നുണ്ട്. അലീന നോക്കുമ്പോൾ ഡ്രസ്സ് കൊണ്ട് മുഖം മറയ്ക്കുന്നു. സ്റ്റാൻലിക്ക് അലീനയെ എത്ര കണ്ടിട്ടും മതിയാകുന്നില്ല. അവൾ വാച്ചൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ഇതെല്ലാം സ്റ്റാൻലി ദൂരെ നിന്നും നോക്കി കാണുന്നു. ഏതായാലും സ്റ്റാൻലിക്ക് അലീനയെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ഇതുവരെ കൊടുക്കാനാകാത്ത സ്നേഹവും വാത്സല്യവും വാരിക്കോരി കൊടുക്കാൻ സ്റ്റാൻലി കൊതിച്ചു നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.